നാരായണീയം 4-ാം ദശകം 8 മുതലുള്ള ഖണ്ഡികകളുടെ അർത്ഥം. ഇത്തമഭ്യസന നിർഭരോല്ലസ ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവ മുക്ത ഭക്തകുലമൗലിതാംഗത സഞ്ചരേമ സുഖനാരദാദിവൽ. ഇപ്രകാരം അഭ്യാസസിദ്ധിയാൽ ലഭ്യമാകുന്ന അങ്ങയുടെ കാന്തിമത്തായ പരബ്രഹ്മസ്വരൂപം കണ്ട് സുഖത്തിൻ്റെ ഭാവനാനിർമ്മിതമായ മേളയിലെത്തുന്ന ഞങ്ങൾ മൺമറഞ്ഞ ഭക്തകുലത്തിൻ്റെ മൗലിഭൂഷണമായിട്ട് ശുകൻ, നാരദൻ എന്നീ മഹർഷിമാർക്കൊപ്പം സഞ്ചരിക്കുമാറാകണം. തത്സമാധി വിജയേ തുയാ പുനർ മംക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയർ ഉന്നയത്യജസുഷുമ്നയാസനേ. ജനിമൃതി വിഹീനനായ ഭഗവാനെ, അങ്ങയിലുള്ള സമാധി വിജയിച്ച ഒരാൾ അപ്പോൾ തന്നെയോ അഥവാ ക്രമേണയോ മോക്ഷാസക്തനായി തീർന്നാൽ അവൻ യോഗസിദ്ധിയിൽ തനിക്ക് സ്വാധീനമായ ജീവവായുവെ 6 സ്ഥാനങ്ങളിൽ കൂടി മെല്ലെ സുഷുമ്നാനാഡിയിലൂടെ മേൽപോട്ടുയർത്തുന്നു. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീർത്തുമൂർധത സാർത്ഥമേവ കരണൈർനിരീയതേ. മറ്റു യാതൊന്നിലും ഇച്ഛയില്ലാത്ത അവൻ പിന്നീട് ശരീരത്തെയും ത്യജിച്ചുകൊണ്ട് പരമപുരുഷനായ അങ്ങയിൽ ലയിച്ചു ചേരുന്നു. മുകളിലെ ലോകങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവൻ ചിത്തം, ശരീരേന്ദ്രിയങ്ങൾ എന്നീ കരണങ്ങളോടുകൂടി മൂർധാവിലൂടെ ബഹിർഗമിക്കുന്നു. അഗ്നിവാസരവളക്ഷപക്ഷകൈർ ഉത്തരായണജുഷാച്ച ദൈവതേ പ്രാപിതോ രവിപദം ഭവൽപരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. അങ്ങയിൽ ആസക്തിയുള്ളവൻ അഗ്നി, ദിവസം, വെളുത്ത പക്ഷം, ഉത്തരായണകാലം എന്നിവയുടെ അധിപന്മാരായ ദേവന്മാരുടെ സഹായത്തോടെ സൂര്യലോകം പ്രാപിക്കുകയും ദേവഭോഗങ്ങൾ ആസ്വദിച്ച് മതി വരുമ്പോൾ ധ്രുവലോകം പ്രാപിക്കുകയും ചെയ്യുന്നു. ആസ്തിതോധമഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്രതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസാ പദമദപുരൈവ വാ. അനന്തരം കുറെ കാലം മഹർലോകത്തിരിക്കുന്ന അങ്ങയുടെ സേവകൻ അനന്തൻ്റെ മുഖത്തു നിന്നുണ്ടാകുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ ക്ലേശിക്കുമ്പോഴോ അതിനു മുമ്പോ ബ്രഹ്മലോകം പ്രാപിക്കുന്നു. തത്ര വാ തവ പഥേ ധവാ വസൻ പ്രാകൃത പ്രളയേതി മുക്തത സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസ. അവൻ ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുകയും കൽപ്പാന്തകാലം വരുമ്പോൾ സായുജ്യം നേടുകയും ചെയ്യുന്നു. ചിലർ അതിന് കാത്തിരിക്കാതെ സ്വേച്ഛ പോലെ സ്വശക്തിയാൽ ബ്രഹ്മാണ്ടത്തെ പിളരുകയും ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. തസ്യ ചക്ഷിതി പയോ മഹോ നില ദ്യോമഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. ഹേ വിഭോ, ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി എന്നിങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങളിലും
അതാതിൻ്റെ രൂപത്തിൽ പ്രവേശിക്കുന്ന അവൻ സർവസുഖത്തോടും കൂടി ആവരണമില്ലാത്ത അങ്ങയുടെ പദം പ്രാപിക്കുന്നു. അർച്ചരാധിഗതിമീദൃശീം വ്രജൻ വിച്യുതീം ന ഭജതേ ജഗൽപദേ സച്ചിദാത്മക ഭവദ്ഗുണോദയ നുച്ഛരന്തമനിലേശ പാഹി മാം. അല്ലയോ ലോകനാഥ, ഇപ്രകാരം അർച്ചരാദികളിലൂടെ സായുജ്യപ്രാപ്തി നേടുന്നവൻ വീണ്ടും കഴിഞ്ഞ ജന്മത്തിൻ്റെ പുനരാവൃത്തി അനുഭവിക്കുന്നില്ല. അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഗുണഗണങ്ങളെ ഉച്ചസ്ഥരം പ്രകീർത്തിക്കുന്ന എന്നെ രക്ഷിക്കണമേ. ശ്രീഹരേ നമഃ.